ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകുന്ന രണ്ട് ജോയിന്റ്, ഒന്ന് നീ ജോയിന്റും ഒന്ന് ഷോൾഡർ ജോയിന്റുമാണ്. കാരണം ട്വിസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഈയിടെ കണ്ടതാണ്, അല്ലെ രോഹിത് ശർമ്മയ്ക്കും പറ്റിയതിൻ്റെ കൂട്ട് ഡിസ്ലൊക്കേഷൻ. അത് എല്ലാവരും വീഡിയോ കണ്ടതാണ്. ഇങ്ങനെ പിടിച്ചിടുക അത് അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ പിടിച്ചിടുക എന്നുള്ളത്. സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് കണ്ടതാണ്. അതൊക്കെയെന്ന് പറഞ്ഞാൽ സാധാരണ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ പല ഇഞ്ചുറി ഉണ്ടാകാം. ഈ ആ ഡൈവിങ്ങിൽ റൈറ്റ് ഫ്രം റിസ്റ്റ് മുതൽ നമുക്ക് താഴെ ആംഗിൾ വരെ എന്ത് വേണേലും സംഭവിക്കാം. അപ്പോൾ അവരുടെ ബോഡിയൊക്കെ കണ്ടീഷൻഡാണ്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. മൂത്ത കുട്ടി ഇളയ കുട്ടിയുടെ കൈ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ആ കുട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് കൈയൊന്നും അനക്കണില്ല, കൈ ഇങ്ങനെ താഴെ വെച്ചിരിക്കാൻ. പേരൻസ് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കാനൊക്കെ അതൊരു കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ബട്ട് എന്നാലും അങ്ങനെ പുൾ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു പുൾ ഡെൽ ബോൺ പറഞ്ഞിട്ടൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ തോമസ് ഗ്രിഗറി, മെഡിക്കൽ സൂപ്രണ്ട് സൺറൈസ് ഹോസ്പിറ്റൽ കൊച്ചി. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സൺറൈസ് ഹോസ്പിറ്റൽ കൊച്ചിയിലെ ഓർത്തോപെഡിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർമാരാണ്. ഇത് ഡോക്ടർ പ്രതാപ് കുമാർ സാറ്, സീനിയർ ഓർത്തോപെഡിക് സർജൻ സാർ, അതുപോലെ ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടർ മഞ്ജുനാഥ് സാർ ഞങ്ങളുടെ ആർത്തോസ്കോപ്പി, ആർത്തോപ്ലാസ്റ്റി, സ്പൈൻ സർജറി ആൻഡ് ട്രോമ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടർ ശ്രീഹരി ആർത്തോസ്കോപ്പി, ആർത്തോപ്ലാസ്റ്റി ആൻഡ് സ്പൈൻ സർജറി വിഭാഗത്തിലെ ഡോക്ടറാണ്. ഡോക്ടർ സമർത്ത് നമ്മുടെ പീഡിയാട്രിക് ഓർത്തോപെഡിഷനാണ്. സാർ, ഇപ്പോൾ സ്പോർട്സ് സീസണാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇന്ത്യ കഴിഞ്ഞ മാസം വേൾഡ് കപ്പ് ജയിച്ചു. അതിനുശേഷം ഇപ്പോൾ യൂറോ കപ്പ് ഉണ്ടായിരുന്നു, കോപ്പ അമേരിക്ക, വിംബിൾട്ടൺ. അപ്പോൾ നമുക്കൊരു റെലവൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, സ്പോർട്സ് ഇഞ്ചുറീസ്. അപ്പോൾ സാറിന് ആദ്യം എന്താണ് ഈ സ്പോർട്സ് ഇഞ്ചുറീസ് എന്നതിനെ കുറിച്ച് ഒന്നൊരു രണ്ട് വാക്ക്. ശരിയാണ്, തോമസ് പറഞ്ഞ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ച് ഒരുപാട് ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട് സ്പോർട്സിന് വേണ്ടി. അത് 2036 ഇന്ത്യൻ ഒളിമ്പിക്സ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതോടുകൂടി ഒരു വലിയ ബൂസ്റ്റായിരിക്കും നമ്മുടെ സ്പോർട്സ് രംഗത്തേക്ക്. അത് ഓൾ ഇന്ത്യ ലെവലിൽ, പ്രോബബ്ലി ഓൾ ഏഷ്യൻ ലെവലിലൊക്കെ വലിയൊരു ബൂസ്റ്റായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ യങ് ഏജിൽ തന്നെ ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇഞ്ചുറി പ്രോൺ ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇഞ്ചുറിയൊക്കെ മാറ്റാൻ നിൽക്കും. സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്ത് ഇഞ്ചുറി ഉണ്ടായാലും അതെല്ലാം സ്പോർട്സാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും മുട്ടിന് സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മുട്ടെന്നാണ് ഓർമ്മ വരുന്നത്. അല്ല, നമ്മുടെ ശരീരത്തിലെ എന്ത് അവയവത്തിന് വേണമെന്നുണ്ടെങ്കിലും ഈ ഇഞ്ചുറി ഉണ്ടാകാം. റൈറ്റ് ഫ്രം നമ്മുടെ നെക്കിൽ, തലയ്ക്ക്, പിന്നെ ഷോൾഡറിൽ, എൽബോയിൽ, ഹാൻഡിൽ. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ടെന്നീസ് എൽബോ എന്ന് മനസ്സിലല്ലേ. അതുപോലെ തന്നെ സ്പൈനിലുണ്ട്, മുട്ടിലുണ്ട്, ഹിപ്പിലുണ്ട്, ആംഗിൾ എപ്പോഴും ട്വിസ്റ്റ് ചെയ്യുന്ന ഒരെണ്ണമാണ്. അതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇഞ്ചുറിയാണ് സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞതിന് ഒരു വിഭാഗമുള്ളത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്പോർട്സ് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതൂടെ വെച്ചാണ്. ഈ സ്പോർട്സ് മാന് സംഭവിക്കുന്ന ഇഞ്ചുറി അങ്ങനെയാണോ സ്പോർട്സ് ഇഞ്ചുറി? അങ്ങനെ ഒരു അതെ. സ്പോർട്സിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ മാത്രമല്ല, അതാണ് ആൾക്കാർക്ക് ഒരു ചെറിയ തെറ്റിദ്ധാരണ വരുന്നത്. കോമ്പറ്റീഷൻ നടക്കുമ്പോഴല്ല, ഇതിനെ കൂടുതലായിട്ട് അതിൻ്റെ പ്രിപ്പറേറ്ററി ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല രീതിയിൽ അത് ചെയ്തില്ലെങ്കിൽ, അതിനുവേണ്ടിയാണ് നമ്മൾ ബോഡി ഇത് കണ്ടീഷൻ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റും ഡോക്ടേഴ്സും എല്ലാവരും. അവരെല്ലാം കണ്ടിട്ടുള്ളതല്ലേ, ഫീൽഡിൽ കാണും അവരൊക്കെ. കാരണം അത് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും ആദ്യമേ സ്ട്രെച്ച് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുക ക്രിക്കറ്റ് താരങ്ങൾ എന്തിനാണ് ഈ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്, അവരെന്തിനാണ് നീന്താൻ പോകുന്നത്, അവരെന്തിനാണ് മൗണ്ടനിയറിങ്. അത് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായി, എല്ലാ ജോയിൻസും ഫ്ലെക്സിബിളാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഡൈവ് ചെയ്ത് ക്യാച്ച് എടുക്കുന്നതൊക്കെ. നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടതാണ്. പിന്നെ സ്കൈയുടെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് കണ്ടതാണ്. അതൊക്കെയെന്ന് പറഞ്ഞാൽ സാധാരണ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ പല ഇഞ്ചുറി ഉണ്ടാകാം. ആ ഡൈവിങ്ങിൽ റൈറ്റ് ഫ്രം റിസ്റ്റ് മുതൽ നമുക്ക് താഴെ ആംഗിൾ വരെ എന്ത് വേണേലും സംഭവിക്കാം. അപ്പോൾ അവരുടെ ബോഡിയൊക്കെ കണ്ടീഷൻഡാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് നമ്മൾ. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ നമ്മൾ എല്ലാവരും കളിക്കുന്നതിന് മുമ്പ് വാമപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വാമപ്പ് ബേസിക്കലി മസിലിനെ, നമ്മുടെ ജോയിൻറ്റുകളൊക്കെ കണ്ടീഷൻ ചെയ്യാന്നുള്ളൊരു അവസ്ഥയാണ് വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു കോൾഡ് ആക്ടിവിറ്റിയിൽ നിന്ന് പെട്ടെന്നൊരു ആക്റ്റീവ് ഫേസിലേക്ക് പോകുമ്പോൾ മസിലിന് ഉണ്ടാകുന്ന ട്രോമകൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാമപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഒരു കോമ്പറ്റീറ്റീവ് സ്പോർട്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ
ഒരു സഡനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കലി നമുക്ക് നടക്കുന്നൊരു കാര്യമല്ല. മസിൽ ഇഞ്ചറിക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ മസിലിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി വാമപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്തിട്ട് നമ്മൾ സ്പോർട്സിലേക്ക് ഇറങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ചെറുന്ന ഉടനെ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ബോഡിക്ക് ഹാനികരമാണ്. ശരിക്കും അതിൻ്റെ തോമസ് ചോദിച്ചതിനകത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് തരത്തിലുള്ള ആൾക്കാർ ചോദിക്കും, ഞാൻ വെറുതെ ഓടിയാലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഈ രണ്ട് തരത്തിലാണ് നമ്മുടെ ആക്ഷൻസ് ഉള്ളത്. ഒന്ന് ഫിസിയോളജിക്കൽ ലെവലിലുള്ളത്, ഒന്ന് അൺഫിസിയോളജിക്കൽ ലെവലിലുള്ളത്. അത് എക്സ്ട്രീം മൂവ്മെൻറ്റ്സിൽ എക്സ്ട്രീമായിട്ട് പോകുന്നത്, സ്പീഡിൽ ചെയ്യുന്നത്, അതൊക്കെയാണ് സ്പോർട്സിലോട്ട് വരുന്നത്. നമ്മൾ സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ഫിസിയോളജിക്കൽ ലെവലിലാണ് പോകുന്നത്. അതേസമയത്ത് ഒരു ക്രിക്കറ്റ് ബോൾ എറിയുന്നു, ആ ബോൾ എറിയുക ഒരു ഫാസ്റ്റ് ബോളറാണ് വരുന്നതെങ്കിൽ ഈ ഫോഴ്സ് ഷോൾഡറിനകത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം ന്യൂട്രൻസ് ആണ്. അത് ഫോഴ്സിൻ്റെ ഒരു ലെവലാണത്. ഒരു നമുക്ക് സാധാരണ ഒന്ന് ത്രോ ചെയ്യുന്നതിൻ്റെ 100 times ആയിരിക്കും അവർ ആ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അത് അൺഫിസിയോളജിക്കൽ ലെവലാണ്. അതിനുവേണ്ടിയാണ് കണ്ടീഷൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ടെൻഡൻ സ്ട്രെച്ച് ചെയ്യുക, മസിൽ സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ടെൻഡൻ മുറിഞ്ഞു പോകും. അങ്ങനെ പെട്ടെന്ന് ഇത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഡെയിലി റൂട്ടിനേക്കാളും കൂടുതൽ ഏതെങ്കിലും ബോഡി ഭാഗത്ത് ഒരു ഇത് എക്സാക്ട്ലി അതെ. അതാണ് രണ്ട് കാര്യങ്ങളാണ് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ഫിസിയോളജിക്കൽ ലെവലിലാണ് ചെയ്യുന്നത്, രണ്ട് അൺഫിസിയോളജിക്കൽ ലെവലിലാണ്. അൺഫിസിയോളജിക്കൽ ലെവലിൽ ചെയ്യുന്ന എല്ലാം നമ്മൾ കണ്ടീഷനിങ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ മസിൽ ഡോക്ടർ പറഞ്ഞിട്ട് മസിൽ റപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ ടെൻഡൻ റപ്ചർ ചെയ്യുക, അല്ല ലിഗമെൻറ്റ്സ് റപ്ചർ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ അത് നമ്മുടെ ജോയിൻറ്റിന് അറൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മസിലിൻ്റെ ആയിരിക്കാം, ബാക്കിലായിരിക്കാം, എന്തിലും വേണമെങ്കിൽ സംഭവിക്കാം. ഇപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോൾ സാറ് ഷോൾഡറിൻ്റെ എക്സ്പെർട്ട് ആണല്ലോ. അപ്പോൾ ഈ സാർ കോമൺ ആയിട്ട് കാണുന്ന ഷോൾഡർ ഇഞ്ചുറീസ് എന്തൊക്കെയാണ്? സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടല്ലേ? സ്പോർട്സ് റിലേറ്റഡ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റി ലെവൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒന്നാണ് ഡിസ്ലൊക്കേഷൻ. അത് സ്പോർട്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള സ്പോർട്സിനെ നമ്മൾ വേണം. ഒന്ന് കോൺടാക്ട് സ്പോർട്സ്, നോൺ കോൺടാക്ട് സ്പോർട്സുമാണ്. ഈ കോൺടാക്ട് സ്പോർട്സാണ് നമ്മൾ കാണുന്ന റഗ്ബി, ഫുട്ബോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നോൺ കോൺടാക്ട് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഡ്മിൻ്റന്, പിന്നെ ബാക്കി റാക്കറ്റ് സ്പോർട്സൊക്കെ, അതൊക്കെ നോൺ കോൺടാക്ട് സ്പോർട്സിൽ വരുന്നതാണ്. പക്ഷേ ഇത് രണ്ടിനകത്തിലും ഈ നോൺ കോൺടാക്ട് സ്പോർട്സ് ആണെങ്കിൽ പോലും എല്ലാം ഓവർ ഹെഡ് ആക്ടിവിറ്റി ചെയ്യുന്നതാണ്. കൈ ഉയർത്താതെ നമുക്ക് ഒരു റാക്കറ്റ് സ്പോർട്സും ചെയ്യാനൊക്കെ ഇല്ല. ഫുട്ബോൾ, ത്രോയിങ്, അല്ലെങ്കിൽ ഗോളി, എല്ലാവർക്കും ഇത് കൈ ഉയർത്തിയേ ചെയ്യാനൊക്കെ ഉള്ളൂ. അതല്ലെങ്കിൽ റഗ്ബി ആണെങ്കിലും കബഡി ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ കൈ ഉയർത്തി വേണം ചെയ്യാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഞ്ചറി ഉണ്ടാകുന്ന 2 ജോയിൻ്റ്, ഒന്ന് നീ ജോയിൻറ്റും ഒന്ന് ഷോൾഡർ ജോയിൻറ്റുമാണ്. കാരണം ട്വിസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഡിസ്ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റബിലിറ്റി. നമ്മൾ ഈയിടെ കണ്ടതാണ്. പിന്നെ ക്രിക്കറ്റേഴ്സ് ഇപ്പോൾ വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്കും പറ്റിയതിൻ്റെ കൂട്ട് ഡിസ്ലൊക്കേഷൻ. അത് എല്ലാവരും വീഡിയോ കണ്ടതാണ്. ഇങ്ങനെ പിടിച്ചിടുക, അത് അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ പിടിച്ചിടുക എന്നുള്ളത്. ചിലത് വളരെ ലൂസാണെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ആർ ലക്കി, നമുക്ക് പിടിച്ചിടാനൊക്കും. അല്ലെങ്കിൽ നമുക്ക് ഓൺ ഫീൽഡ് പിന്നെ ടീം ഫിസിയോ കാണും, അല്ലെങ്കിൽ ടീം ഡോക്ടർ കാണും. അവരാരെങ്കിലും വന്ന് സഹായിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിസാഹസമാണ്. അത് നമുക്ക് ഇഞ്ചറി ചിലപ്പോൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത് കാണുന്ന ഒന്നാണ്, ആൾക്കാർക്ക് അത്ര പരിചയമല്ലാത്ത ഒരു വാക്കാണ് സ്ലാബ് ലീഷൻ എന്ന് പറഞ്ഞത്. സ്ലാബ്, SLAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർട്ടിലേജിൻ്റെ മുറിവാണ്. കാർട്ടിലേജിൻ്റെ മുറിവ് ബൈസെപ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ ബൈസെപ്സ് നമ്മുടെ ഷോൾഡറിനകത്തോട്ട് പിടിപ്പിച്ചേക്കുന്നിടത്ത് അത് പറഞ്ഞു പോരുന്ന ഒരു സംഭവമാണ്. അത് പല ഗ്രേഡിലുണ്ടാകാം. ചെറിയ ഗ്രേഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ത്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാനിപ്പോൾ ഇതായി കഴിഞ്ഞു, എനിക്ക് പെട്ടെന്ന് പിടുത്തം വന്നു, അടുത്ത പ്രാവശ്യം പോലെ എനിക്ക് ത്രോ ചെയ്താൽ സ്പീഡ് കിട്ടില്ല. അതാണ് പറ്റുന്നത്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുംബ്ലയ്ക്ക് ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവരെല്ലാം അത് ക്ലിയർ ചെയ്താണ്, പിന്നെ കീ ഹോൾ വെച്ചിട്ട് ശരിയാക്കി. മൂന്നാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇംപീച്ച്മെൻറ്റ്. ഈ നമ്മുടെ ഷോൾഡറിനകത്തിലെ ലോങ് ഹെഡ് ഓഫ് ബൈസെപ്സിൻ്റെ കേബിള്, അതല്ലെങ്കിൽ പിന്നെ 2 ബോണിൻ്റെ ഇടയ്ക്ക് ഈ ടെൻഡനുകൾ കയറിയിട്ട് അത് അമുങ്ങിയിട്ട് പ്രഷർ വരും. അതിനാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അൺഫിസിയോളജിക്കൽ ലെവലിലാണ് നമ്മൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാവുന്ന ഒരാൾ 120 കിലോ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അതെല്ലാം ഈ മസിലിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ടയർ വരാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ സ്പോർട്സ് ക്ലിനിക്കിലോട്ട് വരുന്നത്. അതിനെയൊക്കെ ചിലതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ വരാം. അത് അപൂർവമാണ്. എങ്ങനെയാണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞിട്ട് കണ്ടമാനം ഫോഴ്സ് ഡെവലപ്പ് ഇത് ചെയ്യുന്നത്. അത് റുട്ടീനായിട്ടുള്ള ലിഫ്റ്റിലൊന്നും അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ആ ലിഫ്റ്റ് സമയത്ത് ഒന്ന് കൈ ഇടറുക, ഒരു പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ അവിടെയാണ് ഇഷ്യൂ വരുന്നത്. അവിടെയാണ് നമുക്ക് റൊട്ടേറ്ററി കഫ് വരാനുള്ള സാധ്യത.
സാർ ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ കാര്യം പറഞ്ഞല്ലോ, ചിലവർക്ക് ഈ റിക്കറന്റ് ഇടയ്ക്കിടയ്ക്ക് കൈ കുഴ തെറ്റുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതിന് എന്താ ട്രീറ്റ്മെന്റ്? അത് ഇങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? സർജറി അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്? ഡെഫിനറ്റ്ലി അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യലി നമുക്ക് ഫിസിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, യങ് ആയിട്ടുള്ള ഈ 20 വയസ്സിന് താഴെയുള്ള ഒരാൾക്കാണ് ആദ്യം ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് അടുത്ത ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുമ്പോഴാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്പോർട്സ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 വർഷമാണ്. അതിനിടയ്ക്ക് 1 വർഷം മാറി നിൽക്കുക, 2 വർഷം മാറി നിൽക്കുക എന്ന് പറഞ്ഞതൊന്നും അവർക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അറ്റ് ദി ഏർലിയസ്റ്റ് നമ്മൾ അവരെ അത് ഫിക്സ് ചെയ്ത് അവരെ തിരിച്ച് കളിക്കളത്തിലോട്ട് വിടുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിന് ചെയ്യുന്നതാണ് കീ ഹോൾ ചെയ്തിട്ട് ഈ മുറിഞ്ഞു പോയ കാർട്ടിലേജ് തിരിച്ചു പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, ഫിസിയോ ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്ട്രെങ്തൻ ചെയ്തിട്ട് തിരിച്ചൊരു 4.5 മാസം ആകുമ്പോൾ ബാക്ക് ടു നോർമൽ പ്ലേയിങ് ഫീൽഡ്. അതാണ് നമ്മുടെ മോട്ടോ. ഇപ്പോൾ സാർ ഇപ്പോൾ നമ്മുടെ ഈ കാൽമുട്ടിൽ ഈ ജോയിന്റിൽ കോമൺ ആയിട്ട് കാണുന്ന ഇഞ്ചുറീസ് എന്തൊക്കെയാണ്? സ്പോർട്സ് ഇഞ്ചറി മുട്ടിൽ സാധാരണയായിട്ട് ഉള്ള സ്ട്രക്ചറുകൾ ഒന്ന് ACL, അതായത് ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റ്, പിന്നെ പോസ്റ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റ്, ഇങ്ങനെ 2 മെയിൻ ലിഗമെൻറ്റുകളാണ്. പിന്നെയുള്ളത് 2 വാഷറുകൾ. വാഷർ എന്നാണ് നമ്മൾ ഒരു ലേമാൻ ലാംഗ്വേജിൽ, അതായത് സാധാരണക്കാർ പറയുന്ന പോലെ മെനിസ്കസ്, അതും 2 എണ്ണം. ഒന്ന് മീഡിയൽ മെനിസ്കസ്, മറ്റേത് ലാറ്ററൽ മെനിസ്കസ്. പിന്നെ 2 എക്സ്ട്രാ ലിഗമെൻറ്റുകൾ പുറമേ ഉള്ളത്, അതാണ് നമ്മുടെ 2 എല്ലുകളെ ബന്ധിപ്പിക്കുന്ന, ഒന്ന് മീഡിയൽ കൊളാറ്റൽ ലിഗമെൻറ്റും ലാറ്ററൽ കൊളാറ്റൽ ലിഗമെൻറ്റും. പിന്നെ അടുത്ത സ്ട്രക്ചർ ഈ തരുണാസ്ഥി, കോൺട്രൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് 3ഉമാണ് സാധാരണ സ്പോർട്സിൽ ഇഞ്ചറി പറ്റുന്ന ഭാഗങ്ങൾ. പിന്നെ ഫ്രാക്ചർ പറ്റാം, അത്രയ്ക്ക് വലിയ സിവിയർ ട്രോമയാണെങ്കിൽ. പക്ഷേ സ്പോർട്സ് ഇഞ്ചറി മുട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് പെടുത്തുന്ന കാര്യങ്ങൾ ഈ 7 സ്ട്രക്ചറിന് പറ്റുന്ന ഇഞ്ചറിയാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ACL ഇഞ്ചറി, പിന്നെ മെനിസ്കസ് ഇഞ്ചറി. ഇത് 2മാണ് ഏറ്റവും കോമൺ ആയിട്ട് പറ്റുന്നത്. അപ്പോൾ തോമസ് ആദ്യം പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചു. നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അങ്ങനെ ഇപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി കളിക്കാതിരിക്കാനേ പറ്റുള്ളൂ. കളിക്കുന്ന ആർക്കും പറ്റാവുന്ന ഒരു ഇഞ്ചറി തന്നെയാണ്. ഇപ്പോൾ ഏത് ഫുട്ബോളാണ് കൂടുതലായിട്ട് ഇപ്പോൾ? ഫുട്ബോളിൽ ഏത് കോണ്ടാക്ട് സ്പോർട്സിനും ഇത് കോമൺ ആണ്. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ ഒരു ലാറ്ററൽ സൈഡിൽ ഒന്ന് ഇടിക്കുക, കാലിങ്ങനെ ഇങ്ങനെ ആയി പോവുക, ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ഇഞ്ചറി. നമ്മൾ ഒരാൾ സ്പോർട്സിൽ ഓടുമ്പോൾ ജസ്റ്റ് ലാറ്ററൽ സൈഡ് ഇവിടെ ഒന്ന് ഇടിക്കുക, കാല് മടങ്ങുക, വീഴുക, ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ഇഞ്ചറി സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ ACL ഇഞ്ചറി മാത്രം അല്ലെങ്കിൽ മെനിസ്കസ് ഇഞ്ചറി മാത്രം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വീഴുന്ന സമയത്ത് ചിലപ്പോൾ നീര് മാത്രമേ ഉണ്ടാവുള്ളൂ. ACL ഇഞ്ചറി കൂടുതലും ഇൻസ്റ്റെബിലിറ്റിയാണ് കൂടുതലുണ്ടാക്കുക. പെയിനേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്നത് ഒരു ഇൻസ്റ്റെബിലിറ്റിയാണ്. മെനിസ്കസ് ഇഞ്ചറി കുറച്ചും കൂടി പെയിനായിരിക്കും. ഇത് 2 ഇഞ്ചറി ആയാലും മുട്ടിൽ കുറച്ച് നീര് ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി അറ്റ് ദ ടൈം ഓഫ് ഇഞ്ചറി, അതായത് കളിക്കുന്ന സമയത്ത് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്യുക, ഐസ് പാക്ക് വയ്ക്കുക. ഇത് 2മാണ്. അതായത് മുട്ടിന് അനങ്ങാത്ത രീതിയിൽ ഒരു നീ ബ്രേസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാ ടർഫിലും അത് വയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇഞ്ചറി വരുന്ന നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ. ഇപ്പോൾ സാറിൻ്റെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കാൽമുട്ടിന് ഒരു പരിക്ക് പറ്റിയ ഒരാൾ വരുമ്പോൾ അപ്പോൾ സാർ എങ്ങനെയാണത് അപ്രോച്ച് ചെയ്യുക? എങ്ങനെയാണത്? അത് യൂഷ്വലി ഹിസ്റ്ററി തന്നെ. അപ്പോൾ ആൾ പറയാണ് ഫുട്ബോൾ കളിക്കുന്നു, ഇങ്ങനെ ഒരു ഇഞ്ചറി പറ്റി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എക്സാമിനേഷനാണ്. അപ്പോൾ അക്യൂട്ട് ഇഞ്ചറിയിൽ ചിലപ്പോൾ ഈ പെയിൻഫുൾ ആയതുകൊണ്ട് നമുക്ക് എക്സാമിനേഷൻ ചിലപ്പോൾ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയെന്ന് ചോദിക്കാൻ പറ്റില്ല. പിന്നെ യൂഷ്വലി വീറ്റേക്കാൻ ഒരു എക്സ്റേ എന്തായാലും എടുക്കും, ബോൺ ഇഞ്ചറി റൂൾ ഔട്ട് ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത ആൾക്ക് പറയാം MRI ആണ് അടുത്ത സ്റ്റെപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് ലിഗമെൻ്റ് ഇഞ്ചറികൾ റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് MRI ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാം. അല്ല ഇപ്പോൾ പേഷ്യൻ്റ് അതിന് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ ആളുടെ കയ്യിൽ ചിലപ്പോൾ ഫൈനാൻഷ്യലി അതിനുള്ള ഇതുണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ തൽക്കാലം ഇമ്മൊബിലൈസ് ചെയ്ത് പെയിനും നീരും കുറയ്ക്കാനുള്ള മെഡിസിൻ കൊടുത്തിട്ട് അടുത്ത വിസിറ്റിൽ MRI എടുപ്പിക്കും. അപ്പോൾ MRI ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് MRI ആണ്. ഇത് എങ്ങനെയാണോ MRIയുടെ ഇഞ്ചറി അനുസരിച്ചാണ് ഇത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇത് ഏത് ഇഞ്ചറി ആയാലും ഇപ്പോൾ കീ ഹോൾ വഴി സർജറി ചെയ്യുന്നതാണ്. ആർത്രോസ്കോപ്പിക് ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, റീകൺസ്ട്രക്ഷനാണ്. ACL ആയാലും ഇപ്പോൾ PCL ആയാലും നമുക്ക് റിപ്പയർ ചെയ്യുന്ന സ്പോർട്സ് ഇഞ്ചറിയിൽ നിന്ന് നമുക്ക് റീകൺസ്ട്രക്ഷനാണ്. നമുക്ക് സാധാരണ ഒരു സ്ട്രക്ചർ തുന്നിപ്പിടിപ്പിക്കുന്ന പോലെ തുന്നിപ്പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശരീരത്തിൽ തന്നെ വേറൊരു ഹാംസ്ട്രിങ് ടെൻഡൻ എടുത്തിട്ട് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതേസമയം മെനിസ്കസ് ഇഞ്ചറി അത് നമുക്ക് റിപ്പയറബിളാണ്, കോംപ്ലക്സ് ടയർ അല്ലാത്ത. ഇപ്പോൾ കോംപ്ലക്സ് ടയറും റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞാസാറൊക്കെ കോംപ്ലക്സ് ടയർ ആയാലും
റിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ മെനിസ്കസ്, അക്യൂട്ട് മെനിസ്കൽ ഇഞ്ചറി ഒക്കെ നമുക്ക് റിപ്പയറബിൾ ആണ്. മഞ്ജു സർ, എല്ലാ ലിഗമെന്റ് ഇഞ്ചുറീസിനും സർജറി ആവശ്യമുണ്ടോ? നമ്മൾ എപ്പോഴാണ് തീരുമാനിക്കുക ഇപ്പോൾ രോഗിക്ക് സർജറി വേണം, സർജറി വേണ്ട എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുക? ഈ ലിഗമെന്റ് ഇഞ്ചുറി പറയുന്നത് ഗ്രേഡ്സ് ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആയിട്ട്. ഗ്രേഡ് 1 ആകുമ്പോൾ നമുക്ക് കൺസർവേറ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ബ്രേസ് ഇടാൻ അല്ല പ്ലാസ്റ്റർ ഇടാൻ പറ്റും. ഗ്രേഡ് 2, ഗ്രേഡ് 3 ആകുമ്പോൾ എപ്പോഴും സ്പോർട്സ് പേഴ്സൺ ഉള്ളവർക്ക് സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. സോ നമുക്കത് അർലി റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഗോ ബാക്ക് ടു സ്പോർട്സ് അർലി. ദാറ്റ് ഈസ് ദി മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്പോർട്സ്. ഇപ്പോൾ പ്ലാസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ എത്ര നാൾ ഇടേണ്ടി വരും പ്ലാസ്റ്റർ? ഇറ്റ് ഈസ് നമ്മളിപ്പോൾ പ്ലാസ്റ്റർ ഇടാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇമ്മൊബിലൈസേഷൻ ബ്രേസ് അങ്ങനെ പറയാം. ബ്രേസ് യൂഷ്വലി ഇറ്റ് ഈസ് ആഫ്റ്റർ 3 weeks ആണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ്. 3 weeks കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റഡ് എക്സസൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മടക്കുന്ന സ്പ്ലിൻ്റ് ആണോ ഇടുന്നത് അതോ നേരെയുള്ളതാണോ ഇടുന്നത്? ഫങ്ഷണൽ ബ്രേസിനോ? യെസ്, ഇനിഷ്യലി ഇറ്റ് ഈസ് ഇമ്മൊബിലൈസർ ആണ്, റിജിഡ് ആണ്. പിന്നെ 3 weeks കഴിഞ്ഞിട്ട് വിൽ ഗോ ഫോർ ദി. ആൾക്കാർക്ക് ഇപ്പോഴും ഒരു മിസ്കൺസെപ്ഷൻ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. പ്ലാസ്റ്റർ ഇട്ട ലിഗമെന്റ് എല്ലാം ഹീലാവും എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോഴും. അത് കൂടുതൽ സ്റ്റിഫ്നെസ് ഉണ്ടാക്കുമോ? That was the concept. ഇപ്പോൾ present generation plaster is not advised. Mainly it is a brace and in between passive mobilization ആണ് പറയുന്നത്. അതാണ് അത് നമുക്ക് ബ്രേസ് ഇട്ട് കഴിഞ്ഞാൽ ക്വാഡ്രിസെപ്സ് എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാൻ ഒക്കും അല്ലേ? ചെയ്യാൻ പറ്റും. പ്ലാസ്റ്ററിനകത്തിനേക്കാളും ബെറ്റർ ആയിട്ട്. മൊബിലിറ്റി ഈസ് ഈ പല സ്പോർട്സ് പേഴ്സൺസിന്റെയും കരിയർ അവസാനിപ്പിച്ച ഒരു ഇഞ്ചുറി ആണല്ലോ അല്ലേ ACL? സർ, ഇപ്പോൾ ഈ ACL സർജറി കഴിഞ്ഞിട്ടും കരിയറിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് കുഴപ്പമില്ലാണ്ട് മൂവ് ചെയ്യുന്ന സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. Yes, now the technology is also very advanced, and you can say recently we had 2 cricketers. One is Ravindra Jadeja and another multi-ligament injury by Rishabh Pant. ആക്സിഡന്റ് ആയി പിന്നെ തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ? They were both of അവർ രണ്ടുപേർക്കും സർജറി ചെയ്തതാണ്. So we had seen them how they nicely played in the T20 World Cup. സാറിന് അറിയായിരിക്കും, മറ്റേ പഴയ റൊണാൾഡോ ഉണ്ടല്ലോ, നമ്മുടെ ബ്രസീലിലെ റൊണാൾഡോന്റെ ഇടയ്ക്ക് ഒരു മൾട്ടിപ്പിൾ ടൈംസ് ACL ഇഞ്ചുറി വന്ന ആ കരിയർ ഒന്ന് ഇതായത്. സ്കില്ല് പോയി, ആളുടെ സ്പീഡും പോയി, എല്ലാം. എന്താണ് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാകുമ്പോഴത്തേക്ക് റീഹാബിലിറ്റേഷൻ ടൈം പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഒരു സ്പോർട്സ് പേഴ്സൺ 10 years ആണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം. ആ സമയത്ത് നമ്മുടെ ജോലി, അതായത് ഞങ്ങൾ പിന്നെ സർജൻസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക, ബാക്ക് ടു പ്ലേയിങ് ഫീൽഡ്, ബാക്ക് ടു നോർമൽ. അതാണ് നമ്മുടെ ജോലി. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ACL ഇഞ്ചുറി വന്നാലും നമുക്ക് സർജറിയും റീഹാബിലിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്ക് എത്താൻ പറ്റുമായിരിക്കും അല്ലെ? ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയും ഇതൊക്കെ മനസ്സിലായി. അല്ലെ, നമുക്ക് ഏറ്റവും കൂടുതൽ റിസർച്ച്, ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് റിസർച്ചുകളൊക്കെ നടക്കുന്നത് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള സ്പോർട്സ് ഇഞ്ചുറി മേഖലയിലാണ്. അത് ഒരുപാട് കമ്പനികൾ വരുന്നത്. ഈവൻ ഇൻ ഇന്ത്യ പണ്ട് നമ്മളെല്ലാം വെളിയിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരാറ്. ഇപ്പോൾ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രൊമോട്ടിങ് ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റീഹാബിലിറ്റേഷൻ ടൈം കുറവായിരിക്കും, നമ്മളുടെ ജോലി എളുപ്പമായിരിക്കും, പേഷ്യൻ്റ് കംഫർട്ട് കൂടുതലായിരിക്കും, പ്ലേയിങ് അത് ഇഞ്ചുറി ടു പ്ലേയിങ് ടൈം കുറവായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബ്രേസിലെ ഇപ്പം ഇത് വെക്കണല്ലേ ഈ അത് ബ്രേസ് വെച്ചിട്ടേ നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് MRI എടുത്ത് നോക്കിയിട്ട് തീരുമാനിക്കാം. ആളെ മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നമ്മൾ മുട്ടിൽ അധികം പ്രഷർ വരാത്ത രീതിയിൽ. ഇവിടെ ഇപ്പോൾ ക്രച്ചസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ സാർ ഇപ്പൊ എന്തൊക്കെയാണ് ഡോക്ടർ സമർദ്ദ ഇപ്പോൾ 2 സൈഡും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഉടനെ ACL എന്നാണ്, ട്വിസ്റ്റിംഗ് ഇഞ്ചുറി എന്നാണ് അല്ലേ? ആൾക്കാർ ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, അത് ഡ്രിബിൾ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ടേൺ ചെയ്ത് വരുന്നതുകൊണ്ടാണ്. ഇത് ആക്ച്വലി നമ്മൾ ടാക്കിൾ ചെയ്യുമ്പോഴാണ്, ഈ ഡിഫൻഡർമാർ ടാക്കിൾ ചെയ്യുമ്പോഴാണ് യൂഷ്വലി നമ്മുടെ ഒന്ന് സൈഡിൽ നിന്ന് ഓടി വരുമ്പോൾ
ഡിസ്റ്റ് ചെയ്യും. പിന്നെ ഡ്രിബിൾ ചെയ്യുമ്പോഴും പക്ഷേ ഈ സ്കിൽഡ് പ്ലേയേഴ്സ് ഒന്നും ഡ്രിബിളിങ്ങിലൊക്കെ ചാൻസ് കുറവാണ്. യൂഷ്വലി ഒരു കോണ്ടാക്ട് വരും. നമ്മളിപ്പോൾ സാറ് ഇങ്ങനെ 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 ഭയങ്കര നമ്മൾ മെഡിക്കൽ ടൈംസിൽ പറയുമ്പോൾ വാൾഗസിൽ പോയിട്ട് തട്ടി സൈഡിലോട്ട് തട്ടി നിൽക്കുന്നത് അത് തന്നെ ഇപ്പൊ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ കറങ്ങി വരുന്നതിന് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കോമൺ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ട്രെയിൻഡ് ആൾക്കാരാണ് വരാൻ സാധ്യത കുറവ്. കാരണം ബൂട്ട്സ് ആർട്ടിഫിഷ്യൽ ടർഫിലൊക്കെ ചില പ്രത്യേക ബൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ഒരു ഇൻഷുറൻസ് കൂടുതലെന്ന് പറയുന്നത്. അത് ബൂട്ട് ആർട്ടിഫിഷ്യൽ ടർഫിലെ ബൂട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ടർഫിൽ ഇടണം. ഇല്ലെങ്കിൽ ഈ ഇഞ്ചറിക്കൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഓക്കെ സാർ, ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറയും. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഞ്ചറി ഇപ്പോൾ സൈഡിലിരിക്കുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ യൂഷ്വലി ആ ഇഞ്ചറിയുടെ ഒരു പാറ്റേൺ കാണുമ്പോൾ നമ്മൾ ആദ്യം സസ്പെക്ട് ചെയ്യുന്നത് ACL പോയി തന്നെയാണ്. ACL ഇഞ്ചറി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ACL ഇഞ്ചറി യൂഷ്വലി വി ഇമ്മൊബിലൈസ്, ഈ പറഞ്ഞ പോലെ ബ്രേസ് ഇട്ട് ഇമ്മൊബിലൈസ് ചെയ്യാം. പിന്നെ നോൺ വെയിറ്റ് ബെയറിങ്, ആ കാലിൽ ചവിട്ടാതെ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ആംബുലൻസ് സംവിധാനം ഉണ്ടെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതാ വണ്ടി എന്ന് വെച്ചാൽ ആ വണ്ടിയിൽ തൽക്കാലം കാല് മടക്കാതെ കൊണ്ടുപോവുക. ഐസ് പാക്ക് അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ വെച്ച്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ആ സമയത്തുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക, പിന്നെ കൺസേൺ ഡോക്ടറെ കാണിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് ഇഞ്ചറിയിലും ഒരു ഡയഗ്നോസിലെത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഡയഗ്നോസിലെത്താനുള്ള മാർഗ്ഗങ്ങളാണ് ഒന്ന് എക്സ്റേ, MRI, CT ഇതുപോലുള്ള ഇമേജിങ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ചെറിയ കുട്ടികളിലാണോ കുറച്ച് പ്രായ ആൾക്കാരിലാണോ ഈ ACL ഇഞ്ചുറീസ് ഒക്കെ കുറച്ച് കോമൺ ആയിട്ട് കാണുന്നത്? ACL ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികളിനേക്കാളും വലിയ കുട്ടികളും ഈ പറഞ്ഞ പോലെ ഈ ഓൾമോസ്റ്റ് ഒരു 17-18 ഈ വയസ്സുള്ള കുട്ടികൾ, ലേറ്റ് അഡോളസൻസും പിന്നെ ഈ യങ് അഡൾട്ട്സിനാണ് കൂടുതൽ ഉണ്ടാവുക. കുട്ടികൾ കാണില്ല അങ്ങനെയാണോ? കാണും, ബട്ട് കുറച്ച് റെയറാണ് നോക്കുന്നത്. ഇനി അങ്ങനെ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അവരുടെ ഹീലിംഗ് എങ്ങനെയായിരിക്കും വയസ്സായ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ACL എന്ന് പറയുന്നത് അത് നോൺ വാസ്കുലർ സ്ട്രക്ചർ എന്നാണ് പറയാറ്. പറഞ്ഞാൽ അതിന്റെ രക്തോട്ടം കുറവായിരിക്കും. അപ്പൊ അത് ACL ഇഞ്ചുറീസ് ആണെങ്കിൽ കുട്ടിയിലായാലും വലിയ ആൾക്കാരിലായാലും അത് ഹീലാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് പ്രതാപ് സാർ പറഞ്ഞ പോലെ. അതെ, നമ്മൾ ഈ ചെറിയ കുട്ടികൾ, അതായത് ഞാൻ പറയുന്നതെന്ന് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് പറ്റുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുമോ ACL റീകൺസ്ട്രക്ഷൻ, അതോ അന്നേരം തന്നെ ചെയ്യുമോ? എങ്ങനെയാണ് അതിൻ്റെ? ഇല്ല, അങ്ങനത്തെ കുട്ടികൾക്കാണെങ്കിൽ അത് കുറച്ച് റിപ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ടാവും. പറഞ്ഞാൽ ആ കുട്ടികളിൽ വളർച്ചത്തിന്റെ ഒരു ഭാഗം ഉണ്ടാവും, ഫൈസിസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ കുട്ടികൾ വളരുമ്പോൾ ഒരു ഫൈസിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ് അതിന്റെ ഒരു ഗ്രോത്ത് പറയുന്നത്. അപ്പൊ ആ ഗ്രോത്ത് പ്ലേറ്റ് ഇഞ്ചുറി ആവാത്ത രീതിയിലാണ് സർജറി ചെയ്യേണ്ടത്. ഡിഫറെന്റ് ടെക്നിക്കാണ്. നമ്മളിപ്പോൾ കുട്ടികളിലെ ന്യൂ ജോയിന്റ് ഇഞ്ചുറീസിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ കുട്ടികളുടെ ഫ്രാക്ചറിനെ കുറിച്ച് എന്താ പറയുള്ളത് അഡൾട്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഈ കുട്ടികളാവുമ്പോൾ അവരുടെ എല്ലിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവും. പറഞ്ഞാൽ ഈ വലിയ ആൾക്കാരാവുമ്പോൾ എല്ല് പൊട്ടിട്ടില്ല, 2 പോസിബിലിറ്റീസ് ആണുള്ളത്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും, എലാസ്റ്റിക് ആയിരിക്കും എല്ല്. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ എല്ല് ചെറുതായിട്ടൊന്ന് ബെൻഡ് ആവാം, ഇല്ല ഒരു സൈഡ് മാത്രം ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഗ്രീൻ സ്റ്റിക്ക് എന്ന് പറയാറുണ്ടല്ലോ, ഇല്ല 2 സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ കുട്ടികളിൽ എന്താ വെച്ചാൽ ഈ ലിഗമെന്റ്സ് ഈ എല്ലിനേക്കാളും കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ലിഗമെന്റ് ഇഞ്ചുറിനേക്കാളും ലിഗമെന്റ് അറ്റാച്ച് ആവുന്ന സ്ഥലത്തിലോ ഇല്ല ആ ഒരു നമ്മൾ മെറ്റാഫൈസിസ് പറഞ്ഞാൽ ജോയിന്റിന്റെ കുറച്ച് താഴെ അല്ലെങ്കിൽ മുകളിലുള്ള സ്ഥലത്തിൽ കുറച്ചൊരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അവിടെ എല്ല് പൊട്ടാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ എല്ല് പറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ടാവും, അവൽഷൻ എന്ന് പറയാം. പിന്നെ ഈ കുട്ടികളിൽ നമുക്ക് ഈ പ്ലാസ്റ്റർ ഇട്ടിട്ടോ ഇല്ല സ്പ്ലിൻസ് ഇട്ടിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും സർജറിയുടെ ആവശ്യം വേണ്ടി വരത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരു ഹോൾസെയിലായിട്ട് എല്ലാവർക്കും പ്ലാസ്റ്റർ മാത്രമെന്നല്ല പറയുന്നത്, ഒരു കേസ് അനുസരിച്ചിട്ടായിരിക്കും. ബട്ട് കൂടുതൽ കുട്ടികൾക്ക് ഈ പ്ലാസ്റ്ററിൽ തന്നെ പറഞ്ഞാൽ ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 1 മാസം പ്ലാസ്റ്റർ ഇട്ടിട്ട് തന്നെ ആ എല്ല് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. എന്നുവെച്ചാൽ അവരുടെ ഹീലിംഗ് ടൈം വരത്തില്ല, പിന്നെ അത്ര ഹീലിംഗ് ടൈമും ഉണ്ടാവത്തില്ല, കൂടുതലായിരിക്കും. അപ്പോൾ പ്രായമായവരിൽ പോലെ നമ്മൾ ഇംപ്ലാന്റ്സ് റോഡൊക്കെ ഇട്ട് സർജറി ചെയ്യേണ്ട സാഹചര്യം വളരെ കുറവായിരിക്കും കുട്ടികളുടെ ഇടയിൽ. അതിൽ എലാസ്റ്റിക് നെയിൽസ് ഉണ്ടാവും, എലാസ്റ്റിക് നെയിൽസും പിന്നെ K-വയർ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു പിൻ പോലത്തെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നെയിൽസ് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും.
ഇത് വളരുന്ന പ്രായമാണ് ഇവർക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും. ഈ ഉള്ളിൽ വെക്കണ എല്ലിനകത്ത് വെക്കണ ആ എലാസ്റ്റിക് നെയിലാണെങ്കിൽ വേറെ ഒരു ചെറിയൊരു സർജറി ചെയ്തിട്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് വേണം എടുക്കാൻ. ഇല്ല എന്തെങ്കിലും ആ ഒരു കെ വയർ എന്ന് പറയുന്ന സർജറി ആണെങ്കിൽ പുറത്തിന് വിസിബിൾ ആയിരിക്കും. അപ്പോൾ OPD പ്രൊസീജിയർ ആയിട്ട് തന്നെ നമുക്ക് ആ ഇംപ്ലാന്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ സമൃദ്ധ് നമ്മുടെ കുട്ടികളുടെ ഓർത്തോപെഡിഷൻ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സർജിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സർജിക്കൽ സ്പോർട്സ് റിലേറ്റഡ് അല്ല, ജനറൽ ആയിട്ടായാലും കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ പല സമയത്ത് കേൾക്കുന്നത് കുട്ടികൾ കളിക്കാൻ പോയി പിന്നെ അവിടെ വീണിട്ട് എൽബോവും പിന്നെ ഈ റിസ്റ്റിന്റെ വേദന കൊണ്ട് കൈ അനക്കുന്നില്ല. അതാണ് ഇപ്പൊ മോസ്റ്റ് കോമൺ പറയുന്നത്. ഇവിടെ ഈ ഒരു എല്ലിന്റെ ഒരു ഫ്രാക്ചർ ആണ്, സുപ്രാകോണ്ടിലർ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അതാവാം. ഇല്ല റേഡിയസ്, ഈ ഒരു എല്ലിന്റെ പേരാണ് റേഡിയസ്. അപ്പൊ ആ എല്ലിന്റെ ചെറിയൊരു പൊട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. കോളർ ബോൺ വളരെ റേറാണ്. അതെ, കോളർ ബോൺ ആകുമ്പോൾ കുട്ടികളെ അത് പെട്ടെന്ന് ഹീലാവും, 2-3 ആഴ്ചത്തിനുള്ളിൽ തന്നെ ഹീലാവും. ഏജ് അനുസരിച്ചിട്ട് ഞാൻ പണ്ട് കാഷ്വാലിറ്റി ഡ്യൂട്ടിക്ക് എടുക്കുമ്പോഴേ ഈ കുട്ടീനെ പൊക്കിയിട്ട് അപ്പൊ കുട്ടിക്ക് കൈ ജോയിന്റ് കൂടുതൽ സ്പെഷ്യൽ ഹിസ്റ്ററി നമ്മൾ എപ്പോഴും കേൾക്കുന്നത് 2 കുട്ടികളുണ്ടാവും. മൂത്ത കുട്ടി ഇളയ കുട്ടിയുടെ കൈ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ആ കുട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് കൈയൊന്നും അനക്കണില്ല, കൈ ഇങ്ങനെ താഴെ വെച്ചിരിക്കാൻ. പേരൻസ് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കാനൊക്കെ അതൊരു കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ബട്ട് എന്നാലും അങ്ങനെ പുൾ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു പുൾഡൽ ബോൺ പറഞ്ഞിട്ടൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അത് യൂഷ്വലി ഒരു ചെറിയ കുട്ടികളിലാണ് പറഞ്ഞാൽ ഒരു 5 വയസ്സ് 6 വയസ്സ് വരെ മാക്സിമം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാൻസ് വളരെ കുറവാണ് പുൾഡൽ ബോൺ. അവർക്ക് ട്രീറ്റ്മെന്റ് എന്താണ്? അവർക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ അതൊരു പൊസിഷൻ മാറിയിട്ടുണ്ടാവും, അത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അതൊരു മാജിക് പോലെയാണ്. നമ്മൾ ഈ കുട്ടികളിങ്ങനെ കറഞ്ഞുകൊണ്ട് വരും, നമ്മളത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കരച്ചിലെല്ലാം നിർത്തിട്ടേ കളിക്കാൻ തുടങ്ങും. അതിന് അപ്പൊ അനസ്തീഷ്യയുടെ ആവശ്യമൊന്നും വരത്തില്ല. ഇത് ശരിക്കും പുൾഡൽ ബോൺ അറിയാത്തവര് ചിലപ്പോ ഈ എക്സ്റേ എല്ലാം ചെയ്യും, എന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വിടും. പക്ഷെ ഇത് മാറത്തില്ല. നോർമൽ ആയിരിക്കും. ആക്ച്വലി ഒരു ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ് പുൾഡൽ ബോൺ.